ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാർമ്മികത്വത്തിൽ അരങ്ങേറിയ ഹോളോകോസ്റ്റ് എന്ന നരമേധത്തെ അതിജീവിക്കാൻ ഭാഗ്യമുണ്ടായ അപൂർവം കുട്ടികളിൽ ചിലരാണിത്. 1945 ജനുവരി 25 ഓഷ്വിറ്റ്സ് ബിർക്കനോവ് എന്ന എക്സ്റ്റർമിനേഷൻ ക്യാമ്പിലേക്ക് ഇരച്ചു കയറിയ സോവിയറ്റ് ചെമ്പട അവിടെ ജീവനോട് അവശേഷിച്ച കുട്ടികളെ മോചിപ്പിച്ച സമയത്തെടുത്ത പ്രസിദ്ധമായ ഫോട്ടോഗ്രാഫുകളിൽ ഒന്നാണിത്. ഇത് വെറുമൊരു ചിത്രമല്ല, ചരിത്രത്തിൻ്റെ സ്പന്ദിക്കുന്ന പരിച്ഛേദം തന്നെയാണ്. ഈ ചിത്രത്തിലെ കുട്ടികൾ പിന്നീട് വളർന്നു വലുതായപ്പോഴും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളുടെ ട്രോമ അവരെ വിട്ടുപോയില്ല. ഈ ഫോട്ടോയിൽ നമുക്ക് 10 വയസ്സുള്ള 2 ഇരട്ടകളെ കാണാം. ഇവ മോസസും അവളുടെ സഹോദരി മിറിയം മോസസും. വലത്തേ അറ്റത്തായിട്ട് നിൽക്കുന്നതാണ് മിറിയം. മിറിയത്തിൻ്റെ തൊട്ടടുത്തായി ഈ തൊപ്പി വെച്ച ആൺകുട്ടിക്ക് പിന്നിലായി പാതി മറഞ്ഞു നിൽക്കുന്നതാണ് ഇവ. റഷ്യൻ സൈന്യം ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷവും ഏറെക്കാലം ജീവിച്ചിരുന്ന ഈ സഹോദരിമാർ നിരവധി ഡോക്യുമെൻ്ററികൾക്ക് വേണ്ടി തങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. അച്ഛൻ അലക്സാണ്ടറിനും അമ്മ ജെഫയ്ക്കും സഹോദരിമാർ ഈഡിത്ത്, ആലീസ് എന്നിവർക്കുമൊപ്പം ഹംഗറിയിലെ കെഹെ ജൂത ഗെറ്റോയിൽ നിന്നാണ് മറിയയും ഇവയും ഓഷ്വിറ്റ്സിലെത്തിയത്. വന്നിറങ്ങിയ പാടെ ആ കുടുംബത്തെ ഒന്നടങ്കം നാസികൾ ഗ്യാസ് ചേമ്പറിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അന്ന് അച്ഛനമ്മമാരോടും സഹോദരിമാരോടുമൊപ്പം ഗ്യാസ് ചേമ്പറിൽ അവസാനിക്കാനിരുന്ന ഇവയുടെയും മിറിയത്തിൻ്റെയും ജീവിതത്തിൽ അപ്പോൾ വിധിയുടെ അവിചാരിതമായൊരു ഇടപെടലുണ്ടായി. ജർമ്മൻ SS ചില ഭടന്മാർ അവരെ കണ്ട് ട്വിൻസ് എന്ന് കൂവിയാർത്ത് അരികിലേക്കെത്തി. അവരിരുവരും ഇരട്ട കുഞ്ഞുങ്ങൾ തന്നെയെന്ന് ചോദിച്ചുറപ്പിച്ച ശേഷം അവരെ മാത്രം ആ മരണമുഖത്തു നിന്ന് അടർത്തി മാറ്റി. അച്ഛനമ്മമാരുടെയും സഹോദരിമാരുടെയും നേർക്ക് കൈവീശി നടന്നകലുമ്പോൾ അവരെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കൽ പോലും കാണില്ല എന്നോർക്കാൻ ഇവയ്ക്കും മിറിയത്തിനും സാധിച്ചില്ല. അന്ന് അച്ഛനമ്മമാർക്കൊപ്പം ആ ഗ്യാസ് ചേമ്പറിൽ പിടഞ്ഞു മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിക്കുന്ന അതിക്രൂരമായ അനുഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ആ ഇരട്ട സഹോദരിമാരെ ഓഷ്വിറ്റ്സിൽ കാത്തിരുന്നത്. ട്വിൻസ് എക്സ്പെരിമെൻ്റ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഏറെ പൈശാചികമായ പരീക്ഷണങ്ങൾ പലതിനും പിന്നീട് അവർ ഇരയായി. ഇവരെ പോലുള്ള നിരവധി ഇരട്ട കുഞ്ഞുങ്ങൾക്ക് മേൽ പരീക്ഷണം എന്ന വ്യാജേന കൊടിയ വൈകൃതങ്ങൾ പ്രവർത്തിച്ചത്, നൂറുകണക്കിന് ജൂതക്കുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞത് നാസി പട്ടാളക്കാരോ ബ്യൂറോക്രാറ്റുകളോ അല്ലായിരുന്നു. രോഗപീഠയാൽ വലയുന്ന ആതുരക്ക് സേവനം നൽകാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞിടാമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു ഡോക്ടറായിരുന്നു. പേര് ജോസഫ് മെംഗല. വംശീയവരി ബാധിച്ച ആ നരാധമൻ പരീക്ഷണങ്ങൾ എന്ന പേരിൽ ഓഷ്വിറ്റ്സിൽ പ്രവർത്തിച്ച കൊടിയ ക്രൂരതകൾ ഏത് ശിലാഹൃദയൻ്റെയും കണ്ണ് നനയിക്കുന്നവയാണ്. നാസി ജർമ്മനിയിൽ വംശവരി തലയ്ക്ക് പിടിച്ച ഡോക്ടർ യോസഫ് മെംഗല എന്ന കാപാലികൻ നിരപരാധികളായ 10,000-ങ്ങൾക്കുമേൽ നടത്തിയ പരീക്ഷണ വൈകൃതങ്ങളുടെ കഥ. ഡോക്ടർ മെംഗലയുടെ പീഡനങ്ങളെ അതിജീവിച്ച നിരവധി പേരിൽ നിന്നായി പിന്നീട് ലോകമറിഞ്ഞ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദുരിത സാക്ഷ്യങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1911 മാർച്ച് 16 അന്നത്തെ ബവേറിയ പ്രവിശ്യയിലുള്ള ഗുൻസ്ബർഗ് പട്ടണത്തിലെ ഒരു കത്തോലിക്കൻ കുടുംബത്തിൽ കാൾ മെംഗല, വാൾബർഗ ഹുപ്ഫ ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തവനായിട്ടാണ് യോസഫ് മെംഗല ജനിക്കുന്നത്. കാൾ മെംഗല ആൻഡ് സൺസ് കമ്പനി എന്ന പേരിൽ ഫാമിംഗ് എക്യുപ്മെന്റുകൾ നിർമ്മിക്കുന്ന ഒരു ഫൗണ്ടറിയുടെ നടത്തിപ്പുകാരനായിരുന്നു അച്ഛൻ കാൾ. 1910കളുടെ തുടക്കത്തിൽ തന്നെ 7ഓളം ജീവനക്കാർ തൊഴിലെടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തികാവസ്ഥയിലായിരുന്നു യോസഫിന്റെ കുടുംബം എന്ന് ചുരുക്കം. യുദ്ധം ആസന്നമായൊരു സാഹചര്യത്തിലായിരുന്നു കുഞ്ഞു യോസഫിന്റെ ബാല്യം. ആയിടെ മാത്രം രാജ്യരൂപം ആർജിച്ച ഒരു പ്രദേശമായിരുന്നു ജർമ്മനി. 19 വർഷം മുമ്പ് വരെയും 2 ഡസനിലധികം കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചാണ് അത് കടന്നിരുന്നത്. 1871 പ്രഷ്യൻ ലീഡർഷിപ്പിൽ ജർമ്മനി ഒരു ദേശരാഷ്ട്രമാകുന്നത്. ഈ സംഭവം യൂറോപ്പിന്റെ അന്നത്തെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തന്നെ അട്ടിമറിച്ചു. ഭൂഖണ്ഡം ഒരു യുദ്ധത്തിലേക്ക് വഴുതി വീണു. യൂറോപ്പ് ആകെ അന്ന് 2 പക്ഷമായി അണിനിരന്നു. ജർമ്മനി ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തോട് ചേർന്ന് നിന്നപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നീ ശക്തികൾ ജർമ്മനിയുടെ ആധിപത്യത്തെ ചെറുക്കുക എന്ന പൊതു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി പരസ്പരം സഖ്യത്തിലായി. തുടക്കത്തിൽ ഇരുപക്ഷവും തങ്ങളുടെ പ്രോക്സി വാറുകളിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ബാൽക്കൻസിൽ 1914 നടന്നൊരു പ്രകോപനം ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഉത്തരാധികാരിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകം യൂറോപ്പിനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ആ യുദ്ധത്തിലേക്ക് അധികം വൈകാതെ ജപ്പാനെ പോലുള്ള ചില രാജ്യങ്ങൾ കൂടി വന്നുപെട്ടതോടെ അത് 1-ാം ലോക മഹായുദ്ധമായി വളർന്നു. 4 വർഷക്കാലമാണ് ഈ യുദ്ധം തുടർന്നു പോയത്.
ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും ഒട്ടോമൻ സാമ്രാജ്യവും സെൻട്രൽ പവേഴ്സ് എന്ന പേരിൽ ഒരു പക്ഷത്തും, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ആലൈസ് എന്ന പേരിൽ മറുപക്ഷത്തുമായി നിലകൊണ്ടു. അല്പം വൈകിയെങ്കിലും അമേരിക്കയും ആലൈസിനൊപ്പം ചേർന്ന് പോരാടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം ജർമ്മൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച ഒന്നുകൂടിയായിരുന്നു. യുദ്ധാനന്തരം രാജ്യത്ത് വെയ്മർ റിപ്പബ്ലിക് എന്ന പേരിൽ പുതിയൊരു ഭരണക്രമം തന്നെ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ ട്രീറ്റി ഓഫ് വേഴ്സൈ വഴി ജർമ്മനിക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കനത്ത യുദ്ധക്കരവും പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിലെ മേഖലയിലെ ജനവികാരത്തെ കാര്യമായി സ്വാധീനിച്ച ഒന്നാണ്. ഇതൊക്കെ നടക്കുമ്പോൾ യോസഫ് മെങ്കല തീരെ കുഞ്ഞാണ്. ഈ സംഭവങ്ങളുടെ ഗ്രാവിറ്റിയെക്കുറിച്ച് യോസഫിന് ധാരണ ഇല്ലായിരുന്നുവെങ്കിലും അത് മെങ്കല കുടുംബത്തിൽ കാര്യമായ സ്വാധീനങ്ങൾ ചെലുത്തിയ ഒന്നാണ്. യുദ്ധം തുടങ്ങി അധികം വൈകാതെ അച്ഛൻ കാളിന് ജർമ്മൻ ആർമിയിൽ എൻലിസ്റ്റ് ചെയ്ത് യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്നു. പിന്നീട് കുഞ്ഞുങ്ങളെ നോക്കുന്നതും കുടുംബത്തിന് വരുമാനം ഉറപ്പിക്കുന്നതുമൊക്കെ അമ്മ വോൾബർഗയുടെ ചുമതലയായി. അവരാണെങ്കിൽ അത് അത്യസാധാരണമായ ഊർജ്ജത്തോടെ തന്നെ നിറവേറ്റുകയും ചെയ്തു. ഭർത്താവിന്റെ കമ്പനി നടത്തിപ്പ് ഏറ്റെടുക്കുന്ന അവർ ജർമ്മൻ ഗവൺമെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഫോറേജ് വാഗൺ എന്നൊരു സ്പെഷ്യൽ ആർമേഡ് വെഹിക്കിൾ നിർമ്മിക്കാനുള്ള കരാർ നേടിയെടുക്കുന്നു. ഇങ്ങനെയൊരു കരാർ കിട്ടിയതോടെ അവരുടെ കമ്പനി അഭിവൃദ്ധിപ്പെട്ടു. യുദ്ധം അവസാനിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന കാൾമെങ്കല ഗുൻസ്ബർഗിലേക്ക് തിരിച്ചെത്തി കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ചുരുക്കത്തിൽ 1920കളുടെ അവസാനത്തോടെ ആ കമ്പനി ജർമ്മനിയിലെ മുൻനിര ത്രഷിംഗ് മെഷീൻ നിർമ്മാതാക്കളിൽ ഒന്നായിട്ട് മാറി. കമ്പനി നടത്തിപ്പിനു വേണ്ടി കാൾ തന്റെ അടുത്ത ബന്ധുക്കളിൽ പലരെയും വിളിച്ചു വരുത്തി കമ്പനിയിൽ ഉദ്യോഗം നൽകി. ഇന്നും ഗുൻസ്ബർഗ് ഏരിയയിൽ ചെന്നാൽ അവിടെ മെങ്കല എന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സർനെയിമാണ് എന്ന് കാണാം. പട്ടണത്തിൽ കാൾ മെങ്കല സ്ട്രാസെ എന്ന പേരിൽ ഒരു റോഡ് പോലുമുണ്ട്. പറഞ്ഞു വന്നത് ബവേറിയയിൽ മെങ്കല എന്ന കുടുംബ പേരിനുള്ള യശസ്സും കാൾ വാൾബർഗ ദമ്പതികളുടെ മൂത്ത മകൻ പിന്നീട് അങ്ങോട്ട് പ്രവർത്തിക്കാനിരുന്ന കൊടിയ ക്രൂരതകളും തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ വിചിത്രമായ ഒന്നാണ് എന്നാണ്. ഇങ്ങനെ കുടുംബം സാമ്പത്തികമായ ഉന്നതിയിലേക്ക് ഉയർന്നു എന്നതിൻ്റെ അർത്ഥം കൗമാരത്തിലേക്ക് കടന്ന കാലത്ത് യോസഫ് മെങ്കലയ്ക്ക് ഇഷ്ടമുള്ളത് എന്തും പഠിക്കാനുള്ള സാമ്പത്തിക പ്രിവിലേജ് കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. പഠിക്കാൻ താരതമ്യേന മിടുക്കൻ തന്നെ ആയിരുന്നു യോസഫ്. പഠനത്തിനു പുറമെ കലകളിലും സംഗീതത്തിലും സ്പോർട്സിലുമെല്ലാം കമ്പമുണ്ടായിരുന്നു അന്നത്തെ ആ കൗമാരക്കാരന്. ജർമ്മൻ ആൽപ്സ് പർവ്വതനിരകളോട് ചേർന്നായിരുന്നു ഗുൻസ്ബർഗ് എന്നതുകൊണ്ട് സ്കീയിങ്ങിലും അന്ന് അവൻ തൽപരനായിരുന്നു. 1929 ഏപ്രിൽ മാസത്തിൽ യോസഫ് മോശമില്ലാത്ത ഗ്രേഡോടുകൂടി തന്നെ തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. അന്ന് ആ പ്രദേശത്തെങ്ങും വേണ്ടത്ര ഡെന്റിസ്റ്റുകൾ ഇല്ലായിരുന്നതുകൊണ്ട് ഒരു ദന്ത ഡോക്ടർ ആയാലോ എന്ന് ആദ്യം അവന് തോന്നി. എന്നാൽ കുറച്ചൊന്ന് ആലോചിച്ചപ്പോൾ ഡെന്റിസ്ട്രി വല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് എന്ന് അവന് തോന്നുകയും പകരം മെഡിക്കൽ സ്കൂളിൽ ചേർന്ന് തന്നെ പഠിച്ചു കളയാം എന്നവൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് തന്നെ ആ പയ്യന് ആന്ത്രപ്പോളജിയിലും ജെനറ്റിക്സിലും സവിശേഷമായ ഗവേഷണ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ മെഡിക്കൽ സയന്റിസ്റ്റ് എന്ന ഖ്യാതി സ്വന്തമാക്കാനുള്ള മോഹവും ഉള്ളിലേന്തി നടക്കുന്ന ഒരു ഊർജ്ജസ്വലനായ പയ്യനെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് യോസഫിൽ കാണാനാവുക. അങ്ങനെ ഈ ആഗ്രഹവും ഉള്ളിലേന്തി യോസഫ് 1930 ഒക്ടോബറിൽ വീട് വിട്ട് ബവേറിയയുടെ തലസ്ഥാനമായിട്ടുള്ള മ്യൂണിക്കിലേക്ക് പുറപ്പെട്ടു ചെല്ലുന്നു. അവിടെ അവൻ മെഡിസിനും ഒപ്പം ഫിലോസഫി ക്ലാസുകൾക്കും എൻറോൾ ചെയ്യുന്നു. ഒരേ സമയം ആധുനിക വൈദ്യശാസ്ത്രത്തിലും കുറെക്കൂടി വിശാലമായ ചിന്താധാരകളിലും ഉണ്ടായിരുന്ന താല്പര്യം പിന്നീട് അവനെ നയിക്കുക അചിന്ത്യമായ ഫലങ്ങളിലേക്കാവും എന്ന് മാത്രം. യോസഫ് ബവേറിയൻ തലസ്ഥാനത്തേക്ക് എത്തിയ കാലം എന്ന് പറയുന്നത് ജർമ്മൻ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊണ്ട് അത് അധികാരത്തിലേക്കുള്ള അതിൻ്റെ ജൈത്രയാത്ര നടത്തുന്ന കാലം കൂടിയാണ്. അതായിരുന്നു ദ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി പാർട്ടി. ഒരു ദശാബ്ദം മുമ്പ് തന്നെ ഉരുവം കൊണ്ട് കഴിഞ്ഞിരുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണം വളരെ പെട്ടെന്ന് തന്നെ അഡോൾഫ് ഹിറ്റ്ലർ എന്നു പേരുള്ളൊരു ഓസ്ട്രിയൻ യുവതുർക്കി നേതാവിന്റെ കരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തെ അതിജീവിച്ച വീറും വരിയുമുള്ള ജർമ്മൻ യുവാക്കളുടെ കൂട്ടായ്മയായിട്ടുള്ള ഈ പാർട്ടിക്ക് 2 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ജർമ്മൻ മണ്ണിൽ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസം എന്ന വിപത്തിനെ കടയോടെ പറിച്ചു നീക്കുക. 2, ട്രീറ്റി ഓഫ് വേഴ്സൈ എന്ന പേരിൽ വർഷങ്ങളായി ജർമ്മനി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾക്ക് ഒരു അന്ത്യം കുറിക്കുക. ഈ 2 ലക്ഷ്യങ്ങളുമായി നീങ്ങിയ നാസി പാർട്ടി അധികം വൈകാതെ ഒരു സൈനിക അട്ടിമറിക്ക് ശ്രമിച്ചുവെങ്കിലും അതിൽ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. ബലപ്രയോഗത്തിന്റെ വഴി നടക്കില്ല എന്ന് കണ്ടതോടെ പാർട്ടി അടുത്തതായിട്ട് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സിന്റെ പാത പിടിക്കുകയാണ്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അംഗങ്ങളിൽ അടിപതറിയെങ്കിലും 1929 ശരത്കാലത്ത് നടന്ന ഏറെ അപ്രതീക്ഷിതമായ മറ്റൊരു സംഭവം അവർക്ക് വഴിത്തിരിവായി. കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കാലമുണ്ടായ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് ശേഷം 1929 ശരത്കാലത്ത് അമേരിക്കൻ ഓഹരി വിപണി അപ്രതീക്ഷിതമായ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. വാൾസ്ട്രീറ്റിലെ ആ കൊടുങ്കാറ്റിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആടി ഉലഞ്ഞു പോകുന്നു. നിരവധി പേർക്ക് ജോലിയും ആജീവനാന്ത സമ്പാദ്യവും നഷ്ടപ്പെട്ട ജനം പട്ടിണിയുടെ വക്കോളം എത്തിയ ഈ കാലത്ത് നാസികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും തിരഞ്ഞെടുപ്പിൽ ഒരുപോലെ ജനപിന്തുണ വർദ്ധിച്ചു വന്നു.
വാൾസ്ട്രീറ്റിന്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നു പേരായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ജർമ്മനി കടന്നുപോയ ഈ സാഹചര്യത്തിൽ വംശീയ വിദ്വേഷവും ജർമ്മൻ റേസിന് ഉന്നമനവും അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച നാസി പാർട്ടി ജനഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. തനിക്ക് ചുറ്റും വീശിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ വൈകാതെ മെങ്കലെയും സ്വാധീനിച്ചു. പക്ഷെ എന്നിട്ടും കുറെ കാലം കൂടി അയാളൊരു നാസി പാർട്ടി അംഗം ആവുന്നില്ല. 1931 മാർച്ചിൽ അയാൾ സ്റ്റാൾഹെംസ് എന്നു പേരുള്ള ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ ഭടന്മാർ ധരിച്ചിരുന്ന ഹെൽമെറ്റിന്റെ പേരിലുള്ള ഒരു വിമുക്ത സൈനിക പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നു. സ്ഥിരമായിട്ട് റൂട്ട് മാർച്ചുകളും മറ്റും സംഘടിപ്പിച്ചിരുന്ന എന്തിനും തയ്യാറായ ഒരു മിലീഷ്യയായിരുന്നു അത്. നാസി പാർട്ടി പ്രത്യയശാസ്ത്രത്തിന് ഈ ഘട്ടത്തിൽ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ജോസഫ് മെങ്കലയെ സ്വാധീനിക്കാൻ സാധിച്ചിരുന്നു. മെങ്കലയുടെ മനസ്സ് അന്ന് ഇത്രയും പാകപ്പെട്ടിരുന്ന ഈ അവസ്ഥയിൽ ഏതു നിമിഷവും അദ്ദേഹത്തിന്റെ നാസി പാർട്ടി പ്രവേശനം ഉണ്ടാകുമെന്നത് ഉറപ്പായിരുന്നു. മെങ്കലയുടെ മ്യൂണിക്കിലെ ആദ്യ ദിനങ്ങൾ നാസി പാർട്ടിയുടെ അസാമാന്യ വളർച്ചയുടെ കൂടി കാലമാണ്. 1932 ആയപ്പോഴേക്കും ഹിറ്റ്ലറുടെ പാർട്ടി ജർമ്മനിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. അക്കൊല്ലം നടന്ന റൈസ്ടാഗ് ഇലക്ഷനിൽ 40% വോട്ടുകൾ നേടാനും അവർക്ക് സാധിക്കുന്നു. എന്നാൽ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നില്ല. 1932 ഉത്തരാർദ്ധത്തിൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ അസ്ഥിരതകളിൽപ്പെട്ട് ജർമ്മനി ആടി ഉലയുന്നതാണ്. ഒന്നുകിൽ നാസികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരണത്തിൽ എത്തിയേക്കും, വെയ്മർ റിപ്പബ്ലിക്കിന് അതോടെ ഒരു അന്ത്യം ഉണ്ടായേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയ്ക്ക് 1933 തുടക്കത്തോടെ ജർമ്മനിയിൽ നിലവിലുള്ള പൊളിറ്റിക്കൽ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ ചേർന്ന് ഹിറ്റ്ലറെയും അയാളുടെ കൂട്ടാളികളിൽ ചിലരെയും ഭരണത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തുന്നു. ആ തീരുമാനം ജർമ്മനിക്കും ഇൻ എ ലോങ് റൺ ലോകത്തിന് തന്നെയും വലിയ ദോഷം ചെയ്ത ഒന്നായിരുന്നു. ഒട്ടകത്തിന് കിടക്കാൻ ഇടം കൊടുത്തതുപോലെ ഭരണത്തിൽ കയറി അധികം വൈകാതെ നാസികൾ പൂർണ്ണമായും ആ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പോളിസികളിൽ മാറ്റം വരുത്തി ജർമ്മനി ഒരു വൺ പാർട്ടി സ്റ്റേറ്റ് ആക്കി മാറ്റി അടുത്ത ഒരു വ്യാഴവട്ട കാലത്തേക്ക് ആ രാജ്യം അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപത്യ ശക്തിയായി നാസി പാർട്ടി മാറി. 1934 എന്ന് പറയുന്നത് യോസഫ് മെങ്കല തന്റെ പഠിത്തത്തിൽ ആമൂലാഗ്രം മുഴുകി കഴിയുന്ന കാലമാണ്. അങ്ങനെ ഒരു എക്സെപ്ഷണലി ബ്രില്യൻ സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല എങ്കിലും തന്റെ പ്രതിഭയിലെ കുറവിനെ കഠിനാധ്വാനം കൊണ്ട് നികത്താൻ അയാൾ ശ്രമിച്ചു. മെഡിക്കൽ പ്രാക്ടീസിനൊപ്പം തന്റെ ശാസ്ത്ര ഗവേഷണവും അയാൾ തുടർന്നുപോയി. ഈ ഘട്ടത്തിൽ അവിചാരിതമായി നേരിടേണ്ടി വന്ന ഒരു വൃക്ക തകരാർ മെങ്കലയെ തളർത്തുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അതോടെ കൂച്ചുവിലങ്ങ് വീണുവെങ്കിലും പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അയാൾക്ക് അവസരം കിട്ടി. ആ കഠിന പ്രയത്നങ്ങൾ സ്വാഭാവികമായിട്ടും ഫലിച്ചു. 1935 അയാൾക്ക് റേഷ്യൽ മോർഫോളജിക്കൽ റിസർച്ച് ഓൺ ദ ലോവർ ജോ സെക്ഷൻ ഓഫ് 4 റേഷ്യൽ ഗ്രൂപ്പ്സ് എന്ന വിഷയത്തിൽ PhD ബിരുദം അനുവദിച്ചു കിട്ടി. ഒരു വ്യക്തിയുടെ റേഷ്യൽ ഒറിജിൻ അറിയണമെങ്കിൽ അയാളുടെ കീഴ്ത്താടിയെല്ല് മാത്രം പരിശോധിച്ചാൽ മതിയാകും എന്നതായിരുന്നു മെങ്കല മുന്നോട്ട് വെച്ച ഹൈപ്പോത്തിസിസ്. ഈ ഒരു ഘട്ടം വരെയും ജോസഫ് മെങ്കലയുടെ കണ്ടെത്തലുകൾക്ക് കൃത്യമായ ശാസ്ത്രീയ അടിത്തറയുണ്ടായിരുന്നു എന്ന് കാണാം. അന്ധമായ വംശീയവരെയും ആന്റിസെമിറ്റിക് ചിന്താധാരകളും അയാളെ സ്വാധീനിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തിസിസ് സബ്മിറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് നേടിയെങ്കിലും മെങ്കലയ്ക്ക് കുറച്ചു കാലം ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടറായിട്ടും സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു. മെഡിക്കൽ ലൈസൻസ് നേടാൻ അന്ന് ഈ പ്രാക്ടീസ് നിർബന്ധമായിരുന്നു. അങ്ങനെ ലീപ്സിഗിലെ ഒരു ആശുപത്രിയിൽ കഴിയുന്ന കാലത്താണ് യോസെഫ് ഐറിൻ ഷോബിൻ എന്നൊരു യുവതിയെ പരിചയപ്പെടുന്നതും അവരുമായിട്ട് അടുപ്പത്തിലാവുന്നതും. 1939 പിന്നീട് ഇവർ തമ്മിൽ വിവാഹവും നടക്കുന്നുണ്ട്. ഇങ്ങനെ യോസെഫിന്റെ വ്യക്തി ജീവിതത്തിൽ അഭ്യുദയം ഉണ്ടാവുന്നുണ്ട് എങ്കിലും റെസിഡന്റ് ഡോക്ടറുടെ റൗണ്ട്സും OPയും മറ്റും അടങ്ങുന്ന മണിക്കൂറുകൾ നീണ്ട പ്രാക്ടീസ് അയാൾക്ക് ചേരുന്ന ഒന്നായിരുന്നില്ല. തന്റെ മേഖല പ്രാക്ടീസ് അല്ല ഗവേഷണമാണ് എന്ന് യോസെഫ് തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു അത്. ആ താല്പര്യം പിന്തുടർന്നുകൊണ്ട് അയാൾ 1937 ജനുവരിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാങ്ക്ഫർട്ടിന് കീഴിലുള്ള തേർഡ് റൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിഡിറ്റി ബയോളജി ആൻഡ് റേഷ്യൽ പ്യൂരിറ്റി എന്ന സ്ഥാപനത്തിൽ ഒരു റിസർച്ച് അസിസ്റ്റന്റിന്റെ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നു. ഇവിടെ വെച്ചാണ് കടുത്ത ഹിറ്റ്ലർ ആരാധകനും റേഷ്യൽ ഹൈജീൻ എന്ന വിഷയത്തിലെ വിദഗ്ധനുമായ പ്രൊഫസർ ഓട്ട്മർ ഫ്രെയർ ഫോൺ വെർഷ്വയ്ക്ക് കീഴിൽ പഠനങ്ങൾ നടത്താൻ യോസെഫിന് അവസരം കിട്ടുന്നത്. ഈ ഒരു കാലം തൊട്ടാണ് യോസെഫ് മെങ്കലയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെലവിട്ട കാലത്ത് നാസി പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനാകുന്ന യോസെഫ് അന്നോളമുള്ള തന്റെ സയന്റിഫിക് മൈൻഡ് സെറ്റിനെ പരണത്ത് വെച്ച് ഹിറ്റ്ലർ മുന്നോട്ട് വയ്ക്കുന്ന റേഷ്യൽ പ്യൂരിറ്റി എന്ന സങ്കല്പത്തോട് അലയുണ്ടാവുന്നു. 1937 മെയ് മാസത്തിൽ അയാൾ ഒടുവിൽ നാസി പാർട്ടിയുടെ 55,74,974 അംഗമായി എൻറോൾ ചെയ്യുന്നു. ഇക്കാലത്താണ് ഹിറ്റ്ലർ ന്യൂറംബർഗ് ലോസ് എന്ന പേരിൽ യഹൂദവരയിൽ മുങ്ങിയ കടുത്ത പക്ഷപാതപരമായിട്ടുള്ള നിയമങ്ങൾ അവതരിപ്പിച്ച് ജർമ്മനിയിലെ ജൂതന്മാരെ പീഡിപ്പിച്ചു തുടങ്ങുന്നത്. ഈ ന്യൂറംബർഗ് നിയമങ്ങളുടെ പേരിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ജൂതർക്കെതിരെ 30കളിൽ പ്രൊഫസർ ഫോൺ വെർഷ്വ കോടതിയിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടുകൾ പലതും സത്യത്തിൽ മെങ്കല എഴുതി തയ്യാറാക്കിയവയാണ്.
കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ജർമ്മൻ പൗരന്മാരുടെ ആര്യൻ ഒറിജിൻ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സബ്ജക്ട് എക്സ്പെർട്ടുകൾ എന്ന നിലയ്ക്കാണ് പലപ്പോഴും പ്രൊഫസർ ഫോൺ വേർഷോയും ഡോക്ടർ മെങ്കലയും എല്ലാം കോടതിയിൽ എത്തിയിരുന്നത്. എന്നാൽ അവർ കോടതിക്ക് മുന്നിൽ വെച്ചിരുന്ന വാദങ്ങളും ടെസ്റ്റുകളും പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തെക്കാൾ ആശ്രയിച്ചിരുന്നത് സ്യൂഡോ സയൻസിനെയും വംശീയ വിദ്വേഷത്തെയുമായിരുന്നു എന്ന് മാത്രം. അത് അന്നോളമുള്ള ഡോക്ടർ മെങ്കലയുടെ ഗവേഷണ രീതികളിൽ നിന്നുള്ള ഒരു വ്യതിയാനമായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ പ്രൊഫസർ ഫോൺ വേർഷയ്ക്കൊപ്പം ചെലവിട്ട കാലത്ത് ഡോക്ടർ മെങ്കലയുടെ കരിയറിൽ ഉണ്ടായത് അസാമാന്യമായിട്ടുള്ള വളർച്ചയാണ്. 1938 മെഡിക്കൽ ലൈസൻസ് നേടിയ ശേഷം മെങ്കലയെ പ്രൊഫസർ തന്റെ അസിസ്റ്റന്റായിട്ട് നിയമിക്കുന്നു. നാസി പാർട്ടിയിൽ അംഗത്വമെടുത്തു മാസങ്ങൾക്കുള്ളിൽ തന്നെ മെങ്കല അന്ന് ഹെൻറിച്ച് ഹിംലർ നയിച്ചിരുന്ന SS അഥവാ ഷുട്ട്സ്റ്റാഫിൽ എന്ന നാസി പാരാമിലിറ്ററി സേനയിലും ചേരുന്നു. വരും വർഷങ്ങളിൽ യൂറോപ്പിലാകെ മരണം വിതച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ നടത്തിപ്പ് ഉത്തരവാദിത്വം ഇതേ SS-നായിരുന്നു. ട്രീറ്റി ഓഫ് വേഴ്സായി ജർമ്മനിക്ക് മേൽ അടിച്ചേൽപ്പിച്ച മുടന്തിനെ മറികടക്കാൻ വേണ്ടി അടുത്തൊരു യുദ്ധത്തിനു വേണ്ടി 30കളുടെ തുടക്കം തൊട്ട് തന്നെ ഹിറ്റ്ലറും നാസി പാർട്ടിയും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1936 തൊട്ട് തന്നെ കാര്യമായ അഗ്രഷനുകൾ ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ആദ്യം അവർ ഈ ട്രീറ്റി പ്രകാരം കർശന വിലക്കുണ്ടായിരുന്നിട്ടും റൈൻലാൻഡിലേക്ക് കടന്നു കയറി സ്വാധീനം ഉറപ്പിച്ചു. 38-ൽ ഓസ്ട്രിയയും ജർമ്മനിയോട് അനക്സ് ചെയ്യപ്പെട്ട് ഗ്രേറ്റർ ജർമ്മനി രൂപീകൃതമായി. 1938-ലെ ശരത്കാലത്ത് ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായ സുഡറ്റൻലാൻഡ് അനക്സ് ചെയ്യപ്പെടുകയും 39-ൽ ആദ്യം ഹംഗറിയിലും പിന്നീട് ചെക്കോസ്ലോവാക്യയുടെ ബാക്കി പ്രവിശ്യകളിലുമൊക്കെ പാവ ഗവൺമെന്റുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തതോടെ യൂറോപ്പിൽ ജർമ്മനിയുടെ അപ്രമാദിത്വം പൂർത്തിയായി. ഈ ഒരു ഘട്ടത്തിൽ ജർമ്മനിയുടെ ഈ തോന്നിവാസങ്ങൾ ഇനിയും അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന നിലപാടിലേക്ക് ഫ്രാൻസും ബ്രിട്ടനും എത്തിച്ചേരുന്നു. പോളണ്ടിനെ എങ്ങാനും ജർമ്മനി ആക്രമിച്ചാൽ കാണിച്ചു തരാം എന്നായി അവരുടെ നിലപാട്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി തങ്ങളുടെ കിഴക്കൻ അതിർത്തി രാജ്യമായ പോളണ്ടിലേക്ക് സൈന്യത്തെ പറഞ്ഞുവിട്ടതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങി. 2 ദിവസത്തിനുള്ളിൽ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതോടെ രണ്ടാം ലോക മഹായുദ്ധം ഔപചാരികമായി തന്നെ ആരംഭിച്ചു. യൂറോപ്പ് മുഴുവൻ ഇങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കെ യോസഫ് മെങ്കലയ്ക്ക് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ യഥാർത്ഥ പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നു. വർഷങ്ങളായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഐറീനെ 1939 വിവാഹം കഴിക്കാമെന്ന് യോസഫ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിവാഹ തീയതി പ്രഖ്യാപിച്ച ശേഷം അയാളുടെ പ്രതിശ്രുത വധുവിന്റെ ജനിതക പാരമ്പര്യത്തിൽ ഒരൽപ്പം ജൂതരക്തം കലർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. ഈ വിഷയത്തിലെ അവ്യക്തത പരിഹരിക്കാൻ വേണ്ടി അന്ന് തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചില ശാസ്ത്രജ്ഞരുടെ സഹായം അയാൾ തേടുന്നുണ്ട്. എന്നാൽ അതിനുവേണ്ടി മെങ്കല എത്ര ശ്രമിച്ചിട്ടും ഭാവി വധുവിന്റെ ജനിതകം തേടി അങ്ങ് അമേരിക്ക വരെ പോയിട്ടും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ പാരമ്പര്യത്തിൽ ഒരൽപ്പം ജൂതരക്തം കലർന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഇല്ല എന്നൊരു ഉത്തരം നൽകാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഭാവിയിൽ യൂറോപ്പിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആയുസ്സിനെ അവരുടെ വംശശുദ്ധി അളന്നു നോക്കി നിർണ്ണയിക്കാനിരുന്ന ആ മനുഷ്യന് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ ഒരു ആര്യൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അന്ന് ആ നാസി ഭരണകാലത്തും സാധിച്ചില്ല എന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഐറണി തന്നെയാണ്. എന്തായാലും ആ സാഹചര്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധം പോലെ ഒരു വലിയ യുദ്ധം വന്നത് മെങ്കലയ്ക്ക് സത്യത്തിൽ ഒരു ആശ്വാസമായി. മറ്റു പല നാസികളെയും പോലെ ജർമ്മനിക്ക് ഒന്നാം ലോക മഹായുദ്ധത്തോടെ കൈവിട്ടുപോയ ആത്മാഭിമാനം തിരിച്ചുപിടിക്കാൻ അങ്ങനെ ഒരു യുദ്ധം കൂടിയേ തീരുവെന്ന് അയാളും കരുതിയിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ മെങ്കല സ്വാഭാവികമായിട്ടും തൽക്ഷണം പട്ടാളത്തിൽ സ്വയം എൻലിസ്റ്റ് ചെയ്തു. എന്നാൽ യൂണിഫോം ധരിച്ച് യുദ്ധത്തിന് ഇറങ്ങുന്ന വഴിക്ക് പഴയ കിഡ്നി ട്രബിൾ കുറുകെ കയറി നിന്നു. അസുഖം ഭേദമായി 1940 ആരംഭത്തിൽ മാത്രമേ അയാൾക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ സാധിച്ചുള്ളൂ. കിഡ്നി രോഗം ഒന്ന് ശമിച്ച ശേഷം മെങ്കല ഷുട്ട്സാഫിലിന്റെ എലീറ്റ് കോമ്പാറ്റ് ഡിവിഷനായിട്ടുള്ള വാഫൻ എസ്എസിൽ ചേർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തുന്നു. ഒക്യുപൈഡ് പോളണ്ടിലെ റേസ് ആൻഡ് റീസെറ്റിൽമെന്റ് ഓഫീസിന്റെ ജെനിയോളജിക്കൽ സെക്ഷനിലാണ് അന്ന് അയാൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. ജർമ്മനി കോളനിവൽക്കരിക്കുന്ന പുതിയ പ്രവിശ്യകളിൽ കുടിയേറാനുള്ള ജർമ്മൻ പൗരന്മാരുടെ വംശശുദ്ധി ഉറപ്പാക്കലായിരുന്നു അന്ന് അയാളുടെ ഉത്തരവാദിത്തം. ഡോക്ടർ മെങ്കല ഇങ്ങനെ പോളണ്ടിലേക്ക് ഡിപ്ലോയിഡ് ആയിരുന്ന കാലം എന്ന് പറയുന്നത് ജർമ്മനി വാർഫ്രണ്ടിൽ വമ്പിച്ച മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. 1939 സെപ്റ്റംബറിൽ പോളണ്ട് ഇൻവേഷൻ ആരംഭിച്ച ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ രാജ്യം മുഴുവൻ ജർമ്മനിയുടെ നിയന്ത്രണത്തിലായി. 40ന്റെ തുടക്കത്തിൽ ഹിറ്റ്ലർ ഡെൻമാർക്കും നോർവേയും ആക്രമിച്ച് കീഴടക്കുന്നു. ജർമ്മനിയുടെ അടുത്ത ലക്ഷ്യം ഫ്രാൻസ് ആയിരുന്നു. അവിടെയും കാര്യമായ നേട്ടങ്ങൾ ജർമ്മൻ സൈന്യത്തിനുണ്ടായി. 1940ന്റെ പകുതിയോടെ ജർമ്മനിയുടെ എതിർപക്ഷത്ത് ബ്രിട്ടൻ മാത്രമേ ചെറുത്തു വെക്കാനുള്ളൂ എന്ന അവസ്ഥയായി. ബെനിറ്റോ മുസോളിനിയുടെ ഇറ്റലി കൂടി ജർമ്മൻ പക്ഷത്ത് ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഹിറ്റ്ലർ യുദ്ധം ആഫ്രിക്കയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ടു. ഈജിപ്തിനെ ആക്രമിച്ച് ബ്രിട്ടനിൽ നിന്ന് സൂയസ് കനാൽ പിടിച്ചെടുക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. 1941ന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ശ്രമം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീതിയും പരക്കുന്നു. 1941ന്റെ പകുതിയോടെ ലണ്ടനിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുകയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാര്യം പരുങ്ങലിലാണ് എന്ന അവസ്ഥയായി.
അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സകലതും തങ്ങൾക്ക് അനുകൂലമായതോടെ യൂറോപ്പ് മുഴുവനായും തങ്ങളുടെ കാൽ കീഴിലേക്ക് അധികം വൈകാതെ എത്തും എന്ന തോന്നൽ ശക്തമായതോടെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനോ പറയാനോ വരില്ല എന്ന ധാരണ ജർമ്മനിക്കുണ്ടായി. അതോടെ അവർ തങ്ങളുടെ ആന്റി സെമിറ്റിക് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. യൂറോപ്പിലെ ജൂതരെ പിടികൂടി കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപായ മഡഗാസ്കറിൽ കൊണ്ട് തള്ളാനായിരുന്നു അവരുടെ ആദ്യത്തെ പ്ലാൻ. എന്നാൽ ജർമ്മനിയുടെ നോർത്ത് ആഫ്രിക്കൻ ക്യാമ്പയിൻ വിചാരിച്ച പോലെ വിജയിക്കാതെ വരികയും സൂയസ് കനാൽ പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ അസ്തമിക്കുകയും ചെയ്തതോടെ കുറെ കൂടി ഭീകരമായ ആശയങ്ങളിലേക്ക് ജർമ്മൻ ഭരണകൂടം പോയി. അതായിരുന്നു ഫൈനൽ സൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ട വംശഹത്യാ പദ്ധതി. യൂറോപ്പിലെ ജൂതരെ ബലം പ്രയോഗിച്ച് പിടികൂടി സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്പിൽ അതിനകം സെറ്റപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്ന നിരവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയക്കപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള കുറച്ചുപേരെ ജർമ്മൻ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ അടിമപ്പണിക്ക് നിയോഗിക്കുക. വിശേഷിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത പ്രായമായവരെയും കുട്ടികളെയും രോഗഗ്രസ്തരായവരെയും വെന്റിലേഷൻ ഇല്ലാത്ത മുറികളിൽ അടച്ച് വിഷവാതകം ആ മുറിക്കുള്ളിലേക്ക് കടത്തിവിട്ട് അവരെ കൊന്നുകളയുക. ഇതായിരുന്നു ഫൈനൽ സൊല്യൂഷന്റെ പ്ലാൻ. 1942 ജനുവരിയിൽ നടന്ന വാൻസി കോൺഫറൻസ് ആ വംശഹത്യാ പദ്ധതിക്ക് അംഗീകാരവും നൽകിയതോടെ ഓഷ്വിറ്റ്സ് പോലെ അതിനകം നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കൂട്ടക്കൊലക്കളങ്ങളാവാനുള്ള വഴിയും തെളിഞ്ഞു വന്നു. ഈ ഒരു പദ്ധതി പ്രകാരമുള്ള വംശഹത്യകൾ അധികം വൈകാതെ ട്രെബ്ലിംഗ, സോബിബോർ, ഓഷ്വിറ്റ്സ് എന്നിവിടങ്ങളിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അരങ്ങേറും. ഈ കൂട്ടത്തിൽ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സമുച്ചയത്തിലേക്ക് അധികം വൈകാതെ ഡോക്ടർ യോസഫ് മെംഗലെയും എത്തിച്ചേരും. പക്ഷെ അതിനു മുമ്പ് മെംഗലയ്ക്ക് കുറച്ചു നാൾ കൂടി യുദ്ധമുഖത്ത് ചെലവിടാനുള്ള ഒരു നിയോഗം ഉണ്ടാവുന്നുണ്ട്. യൂറോപ്പിലെ യുദ്ധവിജയത്തിന്റെ ലഹരിയിൽ ഹിറ്റ്ലർ തന്റെ സൈന്യത്തെ കുറെ കൂടി ആംബിഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ദൗത്യത്തിന് സോവിയറ്റ് യൂണിയൻ പിടിച്ചടക്കാൻ വേണ്ടി നിയോഗിക്കുന്നു. ഓപ്പറേഷൻ ബാർബറോസ എന്ന പേരിൽ അറിയപ്പെട്ട ആ മാസ് മിലിറ്ററി ഓപ്പറേഷനു വേണ്ടി ലക്ഷക്കണക്കിന് ജർമ്മൻ സൈനികർ കവചിത വാഹനങ്ങളും പടക്കോപ്പുകളുമായി റഷ്യൻ അതിർത്തി കടന്ന് മുന്നോട്ട് നീങ്ങി. ഇവർ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയിൽ വേനൽക്കാലമായിരുന്നു. ആദ്യഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ജർമ്മൻ സൈന്യത്തിന് കാര്യമായി മുന്നേറാനുമായി. എന്നാൽ പതുക്കെയെങ്കിലും ജോസഫ് സ്റ്റാലിന്റെ സോവിയറ്റ് സൈന്യം തങ്ങളുടെ ട്രൂപ്പുകളെയും പ്രതിരോധത്തിനു വേണ്ടി വിന്യസിച്ചു തുടങ്ങി. ജർമ്മൻ സൈന്യം ഇങ്ങനെ കാര്യമായ വെല്ലുവിളിയൊന്നും കൂടാതെ റഷ്യൻ അതിർത്തി കടന്ന് ഒരുപാട് ദൂരം ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കുമാണ് റഷ്യയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത്. അങ്ങനെയൊന്ന് മുൻകൂട്ടി കണ്ടിരുന്നില്ല ജർമ്മൻ സൈന്യം. റഷ്യൻ വിന്ററിന്റെ കാർക്കശ്യത്തെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ ധാരണകളും ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ജർമ്മൻ സൈനികരുടെ പക്കൽ മഞ്ഞുകാലത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടത്ര കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അതോടെ 1941 ശൈത്യത്തിൽ ജർമ്മനിയുടെ മേൽക്കൈ ക്ഷയിച്ചു പോകുന്നു. ആ കാലാവസ്ഥയെ അതിജീവിച്ച് പരിചയമുള്ള റഷ്യൻ സൈന്യം അവരെ പലയിടത്തു നിന്നും നിഷ്പ്രയാസം തുരത്തി ഓടിക്കാനും തുടങ്ങി. ഫലത്തിൽ മോസ്കോയ്ക്ക് അരികിൽ എത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ ജർമ്മൻ ഒഫൻസീവിന് തട വീഴുന്നു. അപ്പോഴേക്കും പക്ഷേ മെംഗലയ്ക്ക് ആ ഫ്രണ്ടിലെ സേവനത്തിന് അയൺ ക്രോസ് അടക്കമുള്ള പല മെഡലുകളും കിട്ടിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈസ്റ്റേൺ ഫ്രണ്ടിലെ ഒരു ഡെക്കറേറ്റഡ് വെറ്ററൻ എന്ന ഇമേജിൽ മെംഗല ഇരിക്കുന്ന സമയത്ത് 1942 അവസാനത്തോടെ മെംഗലയെ ജർമ്മൻ സൈന്യം തിരികെ പോളണ്ടിലേക്ക് തന്നെ ഡിപ്ലോയ് ചെയ്യുന്നു. അയാളുടെ പഴയ പ്രൊഫസറായിട്ടുള്ള ഫോൺ വെർഷ്യൂ ആയിരുന്നു ഈ ഡിപ്ലോയ്മെന്റിന് പിന്നിൽ. അന്ന് അയാൾ കൈസർ വില്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്നു. നിലവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നാസി ഗവൺമെന്റിന്റെ റേഷ്യൽ പ്യൂരിറ്റി റിസർച്ച് ക്യാമ്പയിനുകളുടെ പരീക്ഷണശാലകളാക്കാനുള്ള അടിസ്ഥാന തീരുമാനം ഇയാളുടേതാണ്. പ്രൊഫസറുടെ ഉത്സാഹത്തിൽ അങ്ങനെ മെംഗല ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നിയുക്തനാവുന്നു. റുഡോൾഫ് ഹോസ് എന്ന SS കമാൻഡന്റിന്റെ കീഴിൽ 3 ക്യാമ്പുകളായിട്ടാണ് ഓഷ്വിറ്റ്സ് സമുച്ചയം അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഓഷ്വിറ്റ്സ് 1 അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആണ്. ഓഷ്വിറ്റ്സ് 2 അഥവാ ഓഷ്വിറ്റ്സ് ബ്രിക്കനോ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പേർ ചത്തുമലച്ച ഒരു ഉന്മൂലന കേന്ദ്രമായി പ്രവർത്തിച്ചു. ഈ ഫെസിലിറ്റിയിൽ വെച്ചാണ് 1942 45 ഇടയ്ക്ക് ഏതാണ്ട് 10 ലക്ഷത്തോളം നിരപരാധികളായിട്ടുള്ള ജൂതന്മാർ ഗ്യാസ് ചേംബറിൽ സൈക്ലോൺ ബി എന്ന വിഷവാതകം ശ്വസിച്ച് കൊല്ലപ്പെടുന്നത്. ഓഷ്വിറ്റ്സ് 3 അഥവാ ഓഷ്വിറ്റ്സ് മോണോവിറ്റ്സ് ഒരു സ്ലേവ് ലേബർ ക്യാമ്പായിരുന്നു. 1943 അവിടേക്ക് ഡിപ്ലോയ് ചെയ്യപ്പെടുമ്പോഴേക്കും ഡോക്ടർ മെംഗല ക്യാപ്റ്റൻ റാങ്കിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു. ഓഷ്വിറ്റ്സ് ക്യാമ്പ് കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന റോമനി ഫാമിലി ക്യാമ്പിലെ ചീഫ് ഫിസിഷ്യൻ ആയിരുന്നു ഡോക്ടർ മെംഗല. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടന്നിരുന്ന സെലക്ഷൻ എന്ന കുപ്രസിദ്ധമായ പ്രക്രിയയുടെ സൂത്രധാരനായിരുന്നു ഡോക്ടർ മെംഗല. തീവണ്ടികളിൽ നേരിട്ട് ക്യാമ്പിനുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നിറങ്ങിയിരുന്ന ജൂതരും റൊമാനികളും റഷ്യക്കാരുമായിട്ടുള്ള തടവുകാരെ അവർ വന്നിറങ്ങുന്ന വഴിക്ക് തന്നെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള ഗ്യാങ് വേയിൽ വരിവരിയായിട്ട് നിർത്തി ഡോക്ടർമാർ വിശദമായിട്ട് പരിശോധിക്കും. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ അടിമപ്പണിക്ക് വേണ്ടി ആദ്യം തന്നെ ഫാക്ടറികളിലേക്ക് മാറ്റും. കുട്ടികളെയും വയസ്സായവരെയും സ്ത്രീകളെയും ആദ്യമേ മാറ്റി നിർത്തും. അവരവിടെ നിന്ന് നേരെ പോവുക ഗ്യാസ് ചേംബറുകളിൽ അവരെ കാത്തിരിക്കുന്ന മരണത്തിലേക്കാണ്. ഈ പണിയോട് ഡോക്ടർ മെംഗല വെച്ചുപുലർത്തിയിരുന്ന നിസ്സംഗമായിട്ടുള്ള നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. സെലക്ഷൻ എന്ന് വളരെ ഐറോണിക്കായിട്ട് പേരിട്ട് വിളിച്ചിരുന്ന ഈ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ അന്ന് നാസി ഡോക്ടർമാർ പലരും വിസമ്മതിച്ചിരുന്നു. കുഞ്ഞുകുട്ടികളെയും പ്രായമുള്ളവരെയും ഒക്കെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഉണ്ടാകുന്ന മനസാക്ഷി കുത്തായിരുന്നു ഈ വിമുഖതയ്ക്ക് പിന്നിൽ. എന്നാൽ ഡോക്ടർ മെംഗല മാത്രം
അവധി ദിവസങ്ങളിൽ പോലും തികഞ്ഞ ഉത്സാഹത്തോടെ ആ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി വന്നെത്തുമായിരുന്നു. അതുപോലെ തന്നെ ഡിസീസ് ഔട്ട്ബ്രേക്കുകളെ നേരിടാനുള്ള ഡോക്ടർ മെങ്കലയുടെ നടപടികൾ വളരെ വിഷ്യസും തികച്ചും യൂട്ടിലിറ്റേറിയനുമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഒരിക്കൽ ഒരു റൊമാനി ക്യാമ്പിലെ കുട്ടികൾക്കിടയിൽ നോമ എന്നു പേരിലുള്ള ഒരു പകർച്ചവ്യാധിയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ ഇയാൾ ചെയ്യുന്നത് ആ കുട്ടികളെ ഒന്നടങ്കം ഐസൊലേറ്റ് ചെയ്ത് അവരിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ കുട്ടികളിൽ പലരെയും അയാൾ നേരിട്ട് തന്നെ വധിക്കും. എന്നിട്ട് അവരുടെ തലകളും ആന്തരിക അവയവങ്ങളും അവയ്ക്കുമേൽ രോഗത്തിനുള്ള എഫക്റ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി മുറിച്ചെടുത്ത് ലാബിലേക്ക് പറഞ്ഞയക്കും. അതുപോലെ പിന്നീട് ഒരു വിമൻസ് ബാരക്കിൽ ടൈഫോയിഡിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് ആ ബാരക്കിൽ ഉണ്ടായിരുന്ന 600 സ്ത്രീകളെയും ഒറ്റയടിക്ക് ഗ്യാസ് ചേമ്പറിലിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞ ശേഷം ബാരക്കിനെ സാനിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഡോക്ടർ മെങ്കല ചെയ്തത്. അതിനുശേഷം മാത്രമാണ് അവിടേക്ക് അയാൾ പുതിയ ഇരകളെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇത്രയും പേരെ കൊന്നുകളഞ്ഞതിന് ഡോക്ടർ മെങ്കലയ്ക്കെതിരെ നടപടി ഉണ്ടാവുകയല്ല അന്ന് ചെയ്തത്. അതീവ ഗുരുതരമായ പകർച്ചവ്യാധിയെ ഫലപ്രദമായി നിയന്ത്രിച്ചതിന്റെ ക്രെഡിറ്റ് കൊടുത്ത് ജർമ്മൻ ഗവൺമെന്റ് അന്ന് അയാളെ വോർ മെറിറ്റ് ക്രോസ് നൽകി ആദരിച്ചു. എന്നാൽ ഡോക്ടർ മെങ്കല ചരിത്ര പുസ്തകങ്ങളിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് ഇതുവരെ പറഞ്ഞ ഒന്നിന്റെയും പേരിലല്ല. അത് അയാൾ ആ ക്യാമ്പിലെ മനുഷ്യർക്ക് മേൽ, വിശേഷിച്ച് കുട്ടികൾക്ക് മേൽ നടത്തിയിട്ടുള്ള മനസാക്ഷിയില്ലാത്ത പരീക്ഷണ വൈകൃതങ്ങളുടെ പേരിലാണ്. ആ ക്യാമ്പിൽ വന്നുവിട്ടിട്ടുള്ള ഹതഭാഗ്യരെ അന്ന് അയാൾ ഗിനിപ്പന്നികളെ പോലെയാണ് കണ്ടിരുന്നതും അവർക്കുമേൽ തൻ്റെ ഹെറിഡിറ്റി ജനറ്റിക്സ് പരീക്ഷണങ്ങൾ എന്ന പേരിലുള്ള കൊടും പീഡനങ്ങൾ നടത്തിയിരുന്നതും. അയാൾക്ക് ഡ്വാർഫിസം ഉള്ളവരെയും ഹെട്രോക്രോമിയ ഇരിഡിയം അഥവാ ഇരു കൃഷ്ണമണികൾക്കും വെവ്വേറെ നിറമുള്ളവരെയും വലിയ പ്രിയമായിരുന്നു. അവരിൽ അയാൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ അചിന്ത്യമാണ്. ഹെട്രോക്രോമിയ ഇരിഡിയം ബാധിച്ചവരുടെ കണ്ണിലേക്ക് കെമിക്കലുകൾ കുത്തിവെച്ച് കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം മാറുന്നുണ്ടോ എന്ന് നോക്കുക, അനസ്തേഷ്യ കൂടാതെ ആളുകളുടെ ആന്തരിക അവയവങ്ങൾ അറുത്തെടുക്കുക, കൊടിയ തണുപ്പിൽ അവരെ കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് താങ്ങാനാകുന്ന പരമാവധി ടെമ്പറേച്ചർ എത്രയാണെന്നറിയാൻ ആളുകളെ വെച്ച് പരീക്ഷിക്കുക, അതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി പരിശോധിക്കുക തുടങ്ങിയ പല പരീക്ഷണ വൈകൃതങ്ങളും അന്ന് മെങ്കല ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നടത്തിയിരുന്നു. ഒരിക്കൽ ഒരു കിഡ്നി നീക്കം ചെയ്ത ശേഷം തടവുകാരിൽ ഒരാളെ ഡോക്ടർ മെങ്കല വേദന സംഹാരികൾ കുത്തിവെക്കാതെ അടിമപ്പണിക്ക് പറഞ്ഞയച്ച് പീഡിപ്പിച്ചതും ഒരു തടവുകാരൻ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗർഭപാത്രങ്ങളിലും അണ്ടാശയങ്ങളിലും ഹൈഗ്രേഡ് എക്സ്റേ കടത്തിവിട്ടുകൊണ്ട് ഡോക്ടർ മെങ്കല ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളും കുപ്രസിദ്ധമാണ്. ഇവരിൽ പലർക്കും എക്സ്റേ കൊണ്ട് പൊള്ളലേൽക്കുകയും അവരുടെ തൊലി പിന്നീട് പാളികളായി അടർന്നു പോവുകയും അവർ നിരന്തരം ഛർദ്ദിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു. ഈ പരീക്ഷണങ്ങൾക്ക് അന്ന് വിധേയരായ പല കുട്ടികൾക്കും പിന്നീട് ആജീവനാന്ത വന്ധ്യത പോലും ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർ മെങ്കല അടക്കമുള്ള വംശശുദ്ധി ഹൈപ്പോത്തിസിസുകാരുടെ ഇഷ്ട ഗവേഷണങ്ങളിലൊന്ന് ഇരട്ടകൾക്ക് മേലെയായിരുന്നു. അതുകൊണ്ട് മാത്രം ഇരട്ടകളായിട്ടുള്ള കുട്ടികളെ ഗ്യാസ് ചേമ്പറുകളിലേക്ക് പറഞ്ഞയക്കാതെ യാതൊരുവിധ തത്വദീക്ഷയും കനിവും കൂടാതെ നടത്തപ്പെടുന്ന പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള അക്കമഡേഷനിലേക്ക് അവർ മാറ്റും. പരീക്ഷണങ്ങളുടെ പേരിൽ ഈ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾക്ക് മുന്നിൽ ഗ്യാസ് ചേമ്പറിൽ ശ്വാസം മുട്ടിയുള്ള മരണം മോക്ഷമാണ് എന്ന് പറയേണ്ടി വരും. 1944 വേനൽക്കാലത്ത് ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ 4 ലക്ഷത്തോളം ജൂതർ കൊല്ലപ്പെട്ട സമയത്ത് ഡോക്ടർ മെങ്കല 175 പേർ ഐഡന്റിക്കൽ ട്വിൻസിനെ വേർതിരിച്ച് അവരിൽ തൻ്റെ വിചിത്രമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊരു കണക്ക് പറയുന്നു. മെങ്കലയുടെ പരീക്ഷണങ്ങളിലെ പ്രധാന നടപടി ഇങ്ങനെ വരുന്ന ഇരട്ട കുട്ടികളുടെ ശരീരത്തിൻ്റെ, വിശേഷിച്ച് മുഖം, തലയൊട്ടി തുടങ്ങിയവയുടെ വിശദമായിട്ടുള്ള അളവുകൾ എടുക്കുക എന്നതാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ഒരു വ്യക്തി നൽകിയ മൊഴിയിൽ പറയുന്നത് തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും കണ്ണുകളുടെ അളവെടുക്കാൻ വേണ്ടി മാത്രം ഡോക്ടർ മെങ്കല 2 മണിക്കൂർ നേരം ചെലവിട്ടു എന്നാണ്. ഇങ്ങനെയുള്ള ഈ അളവെടുപ്പ് ആഴ്ചയിൽ 2 ദിവസം വെച്ച് മാസങ്ങളോളം നടക്കാറുണ്ട്. ഒപ്പം ഫോട്ടോഗ്രാഫുകളും ഇയാൾ പകർത്തും. ഈ മൈക്രോ അളവെടുപ്പുകൾ വെച്ചായിരുന്നു മെങ്കലയുടെ ഇരട്ടക്കുട്ടി പഠനങ്ങൾ പലതും പൂർത്തിയായിരുന്നത്. എന്നാൽ ഇങ്ങനെ അളവെടുപ്പ് മാത്രമല്ല മെങ്കലയുടെ പരീക്ഷണം. ഇടയ്ക്ക് മെങ്കല ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാളുടെ ദേഹം വേദനിപ്പിച്ചു നോക്കും. അയാളുടെ ഇരട്ട സഹോദരന് അപ്പോൾ ആ വേദന സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം. പലപ്പോഴും ഈ കുട്ടികളുടെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് മെങ്കലയ്ക്ക് ഓരോ ഇൻറ്റ്യൂഷൻ തോന്നും. അത് സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രം അയാൾ അവരെ വിഷം കുത്തിവെച്ച് കൊല്ലും. എന്നിട്ട് ഇന്റേണൽ ഓർഗൻസിനെ ഓട്ടോപ്സി ചെയ്ത് പുറത്തെടുത്ത് പരിശോധിക്കും. പലപ്പോഴും ഡോക്ടർ മെങ്കലയുടെ ഇൻഫറൻസുകൾ തെറ്റാറുണ്ട് എന്ന് മാത്രം. ഒരിക്കൽ ഒരു പറ്റം കുട്ടികൾക്ക് TB ഉണ്ട് എന്ന സംശയത്തിന് പുറത്ത് മാത്രം അയാൾ അവരെ ഒന്നൊന്നായി കൊന്നുകളഞ്ഞു. ഓട്ടോപ്സി നടത്തി നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് പോലും TB ഇല്ലായിരുന്നു. ഡോക്ടർ മെങ്കല ഇരട്ടകൾക്ക് മേൽ നടത്തിയിരുന്ന മറ്റൊരു പരീക്ഷണം ഇങ്ങനെയായിരുന്നു. പൂർണ്ണമായും ആരോഗ്യാവസ്ഥയിലുള്ള ഇരട്ട കുട്ടികളിൽ ഒരാളുടെ ദേഹത്തേക്ക് ടൈഫസ് അല്ലെങ്കിൽ ക്ഷയം പോലെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കളെ ഇയാൾ കുത്തിവെക്കും. എന്നിട്ട് യാതൊരു ചികിത്സയും ചെയ്യാതെ ആ കുട്ടി മരിക്കുന്നത് നിരീക്ഷിക്കും. ഇതിനിടയ്ക്ക് രോഗമില്ലാത്ത ഇരട്ടയുടെ രക്തം ഈ രോഗിയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക പോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ പലതും ഇയാൾ പരീക്ഷിക്കും. അതുപോലെ ഒരു അനസ്തീഷ്യയും കൊടുക്കാതെ കുട്ടികളുടെ വിരലുകളും കൈകാലുകളുമൊക്കെ ആംപ്യൂട്ട് ചെയ്ത് കളയുക, അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക, അതുപോലെ ഇരട്ടകളായ 2 കുട്ടികളെ പരസ്പരം തുന്നിച്ചേർത്ത് സയാമീസ് ഇരട്ടകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക
തുടങ്ങിയ പല ക്രൂര വിനോദങ്ങളും ഡോക്ടർ മെങ്കലയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ തുന്നിച്ചേർക്കപ്പെടുന്ന കുട്ടികൾ പിന്നീട് മുറിവുകൾ പഴുത്ത് മാംസം അളിഞ്ഞ് മരണത്തിന് കീഴടങ്ങിയിരുന്നു. അതുപോലെ ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി അയാൾ ഇരട്ട കുട്ടികളുടെ ജനനേന്ദ്രിയങ്ങൾ പോലും നീക്കം ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ പലരും മുറിവുകൾ സെപ്റ്റിക് ആയിട്ട് പിന്നീട് മരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇയാൾ അതുപോലെ സ്ത്രീകളിൽ മൃഗങ്ങളുടെയും നാസി ഭടന്മാരുടെയും ഒക്കെ ബീജങ്ങൾ കുത്തിവെച്ചുകൊണ്ട് നിർബന്ധിത ഹൈബ്രിഡ് ഗർഭധാരണ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ പലതും അവസാനിക്കുക വളരെ പ്രാകൃതമായ രീതിയിലുള്ള ഗർഭഛിദ്രങ്ങളിലാണ്. അങ്ങനെ നടത്തപ്പെട്ടുള്ള അബോർഷനുകൾക്കിടയിൽ നിരവധി അമ്മമാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ ഡോക്ടർ മെങ്കലയുടെ പരീക്ഷണത്തിനിടെ ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞ് പിറന്നു വീണപാടെ അത് ഇരട്ടക്കുഞ്ഞല്ല എന്ന് കണ്ട് ഡോക്ടർ മെങ്കല അതിനെ അപ്പോൾ തന്നെ ക്രിമറ്റോറിയത്തിലേക്ക് വലിച്ചെറിഞ്ഞതും അത് കണ്ട് കുഞ്ഞിന്റെ അമ്മ ഭാവിട്ട് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് വീണതുമൊക്കെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ അനുഭവക്കുറിപ്പിലുണ്ട്. ഡോക്ടർ മെങ്കലയുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രകടമായ വൈചിത്ര്യം ചില നിമിഷങ്ങളിൽ അയാൾ തന്റെ ഇരകളോട് കാണിച്ചിരുന്ന സൗഹൃദ മനോഭാവമാണ്. ലാബിൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി കൊണ്ട് പാർപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് അയാൾ ചില ദിവസങ്ങളിൽ വരുമ്പോൾ മിഠായി കൊടുക്കും, അവരോട് ചിരിച്ചും കളിച്ചും സംസാരിക്കും, സുഖവിവരം തിരക്കും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ അതേ മനുഷ്യൻ അവരെ ഒരു ഭാവഭേദവും കൂടാതെ കൊന്നുകളയുകയും ചെയ്യും. തന്റെ റിസർച്ചിൽ തികച്ചും മഗ്നനായിരുന്ന ഡോക്ടർ മെങ്കലയ്ക്ക് അത് നടത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ കൺവെൻഷണൽ മൊറാലിറ്റി ആശങ്കകളും ഉണ്ടായിരുന്നില്ല. ആര്യന്മാർ മറ്റുള്ള റേസുകളെക്കാൾ മുന്തിയവരാണ് എന്നും നാസി ഭരണകൂടത്തിന് ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുമെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ള ലോവർ റേസുകളിൽപ്പെട്ടവരെ എന്ത് ചെയ്താലും അതിൽ തെറ്റില്ല എന്നൊക്കെയുള്ള വംശീയ മേൽക്കോയ്മ ബോധമാണ് അയാളെ മുന്നോട്ട് നയിച്ചിരുന്നത്. ആ ബോധ്യത്തിന്റെ പരിണിത ഫലങ്ങൾ പക്ഷേ അചിന്യമായിരുന്നു എന്ന് മാത്രം. ഇറ്റാലിയൻ ഓപ്പറ സോങ്ങുകൾ മൂളിക്കൊണ്ട് തന്റെ ഡിസെക്ഷൻ ടേബിളിൽ നിമിഷങ്ങൾക്ക് മുൻപ് മാത്രം താൻ നിർദ്ദയം കൊന്നുകളഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളെ കീറിമുറിക്കാൻ അയാൾക്ക് സാധിച്ചിരുന്നു. ഡോക്ടർ മെങ്കലയുടെ ഈ ഹൃദയഹീനമായ രീതികൾ അയാൾക്ക് അധികം വൈകാതെ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ ഒരു വിളിപ്പേര് സമ്പാദിച്ചു നൽകി, ഏഞ്ചൽ ഓഫ് ഡെത്ത്, മരണത്തിന്റെ മാലാഖ. ഭാഗ്യവശാൽ മെങ്കലയുടെ പരീക്ഷണ വൈകൃതങ്ങൾക്ക് അധികകാലം തുടർച്ചയുണ്ടാവുന്നില്ല. ഈസ്റ്റേൺ ഫ്രണ്ടിലെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം വളരെ പെട്ടെന്ന് പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ SS അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒന്നൊന്നായി പിരിച്ചുവിടാൻ തുടങ്ങി. അവിടങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കൊടും ക്രൂരതകളുടെ തെളിവുകൾ കൂടി മായ്ച്ചുകൊണ്ടാണ് അവർ സ്ഥലം വിട്ടിരുന്നത്. 1944 ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓഷ്വിറ്റ്സ് ക്യാമ്പും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരുന്നു. ഒടുവിൽ 1945 ജനുവരി 27 ആ ദിവസവും വന്നെത്തി. ഓഷ്വിറ്റ്സ് ക്യാമ്പിലേക്ക് റഷ്യൻ ചെമ്പട കടന്നു വന്ന ദിവസം. ചെമ്പട കടന്നു വരുന്നതിന് 10 ദിവസം മുമ്പ് ഡോക്ടർ മെങ്കലയ്ക്ക് ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നിന്ന് ലോവർ സിലേസിയയിലെ ഗ്രോസ് റോസൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരുന്നു. ഓഷ്വിറ്റ്സ് വിടേണ്ടി വന്നപ്പോൾ തന്റെ പരീക്ഷണങ്ങളുടെ ബാക്കി പത്രമായ സാമ്പിളുകളും കുറിപ്പുകളുമൊക്കെ പരമാവധി കൂടെ എടുത്തുകൊണ്ട് തന്നെയാണ് അയാൾ പോകുന്നത്. എങ്കിലും ചിലതൊക്കെ ഓഷ്വിറ്റ്സിൽ തന്നെ അവശേഷിച്ചു. ഗ്രോസ് റോസൻ ക്യാമ്പിലും അധികനാൾ തുടരാൻ ഡോക്ടർ മെങ്കലയ്ക്ക് സാധിക്കുന്നില്ല. ഫെബ്രുവരി പകുതിയോടെ അയാൾക്ക് അവിടവും വിട്ടുപോകേണ്ടി വന്നു. ഇത്തവണയും അവിടേക്ക് കടന്നു വന്ന ചെമ്പട എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അയാൾ സ്ഥലം വിടുന്നു. ഇത് പിന്നാലെ കൂടിയ ശത്രുവിൽ നിന്നുള്ള അയാളുടെ ഒളിച്ചോട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. അടുത്ത 3 മാസക്കാലം ഡോക്ടർ മെങ്കല തന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാട്ട് പോയിക്കൊണ്ടേയിരുന്നു. മെയ് മാസത്തോടെ അയാൾ ചെക്കോസ്ലോവാക്യയിലെ സുഡേറ്റ ലാൻഡിൽ എത്തപ്പെട്ടു. അവിടെ കഴിഞ്ഞ കാലത്താണ് ഏപ്രിൽ 30 തന്റെ ഹീറോ ആയിട്ടുള്ള ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത വിവരം അയാൾ അറിയുന്നത്. വരും ദിവസങ്ങളിൽ തേർഡ് റേക്ക് നിലംപൊത്തിയ വാർത്തയും അയാളെ തേടിയെത്തി. 1945 മെയ് 8 ഫീൽഡ് മാർഷൽ വില്ലം കെറ്റൽ 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം ഔപചാരികമായി സമ്മതിച്ചുകൊണ്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ യൂറോപ്പിലെ 2ാം ലോക മഹായുദ്ധത്തിന് അറുതിയായി. 2ാം ലോക മഹായുദ്ധത്തിന്റെ പേരിൽ ജർമ്മനി എന്ന രാജ്യത്തിനെതിരെ അങ്ങനെ കാര്യമായ പ്രതികാര നടപടികളൊന്നും ഉണ്ടാവില്ല എന്നൊരു ധാരണ പരക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആലൈസ് ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. ഭരണകൂടത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് യുദ്ധത്തിനിടെ വംശഹത്യകൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളെ പോലും വെറുതെ വിടില്ല. അവരെല്ലാം തേടിപ്പിടിച്ച് യുദ്ധകാല കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ ചെയ്യുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. യുദ്ധാനന്തരം സഖ്യസേന തയ്യാറാക്കിയ കുറ്റവാളികളുടെ ഹിറ്റ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ഡോക്ടർ മെങ്കലയായിരുന്നു. പിടികൊടുത്താൽ മരണം ഉറപ്പാണ് എന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ അയാൾ കണ്ട മാർഗം തിരികെ ജർമ്മനിയിലേക്ക് ചെന്ന് ഒരു സാധാരണ ജർമ്മൻ പട്ടാളക്കാരന്റെ വേഷത്തിൽ മറ്റുള്ള സൈനികർക്കൊപ്പം കഴിയുക എന്നതായിരുന്നു. 10,000-കണക്കിന് സൈനികർക്കിടയിൽ നിന്ന് തന്നെ കണ്ടെത്തുക എളുപ്പമാവില്ല എന്ന് അയാൾക്ക് തോന്നി. പക്ഷെ ഒരു ദിവസം 10,000-ഓളം ജർമ്മൻ സൈനികരെ അമേരിക്കൻ പട്ടാളം ഡീറ്റെയിൻ ചെയ്ത കൂട്ടത്തിൽ മെങ്കലയും യുദ്ധ തടവിലായി. തന്നെ ചോദ്യം ചെയ്ത അമേരിക്കൻ സൈനിക ഓഫീസറോട് അന്ന് അയാൾ പറയുന്നത് തന്റെ ഒറിജിനൽ പേര് തന്നെയാണ്. എന്നിട്ടും തങ്ങളുടെ കയ്യിൽപ്പെട്ടയാൾ ജർമ്മൻ SS-ന്റെ തലപ്പത്തിരുന്നുകൊണ്ട് 10,000-കണക്കിന് യൂറോപ്യൻ ജൂതരെ കൊന്നു തള്ളിയ ഓഷ്വിറ്റ്സിലെ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് കുപ്രസിദ്ധി ആർജിച്ച അതേ ഡോക്ടർ യോസഫ് മെങ്കല തന്നെയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. അയാളെ തലയ്ക്ക് ഇനാമും ലുക്കൌട്ട് നോട്ടീസും വരെ ഉണ്ടായിരുന്നിട്ടും ആ സൈനിക യൂണിറ്റിലെ ഓഫീസർമാർക്ക് ആർക്കും തന്നെ ഇയാളെ തിരിച്ചറിയാനായില്ല. പല ആഴ്ചകളായി പല ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് മാറി പറഞ്ഞയക്കപ്പെട്ട് ഒടുവിൽ 1945 സെപ്റ്റംബർ മാസത്തിൽ അവർ അയാളെ വെറുതെ വിട്ടു. എല്ലാ SS അംഗങ്ങൾക്കും അന്നുണ്ടായിരുന്ന നിർബന്ധിത ബ്ലഡ് ഗ്രൂപ്പ് ടാറ്റു ചെയ്യാൻ
38-ൽ SS-ന്റെ ഭാഗമാകുമ്പോൾ തന്നെ മെങ്കല വിസമ്മതിച്ചിരുന്നത് അയാൾക്ക് ഗുണം ചെയ്തു. ഇയാളുടെ ദേഹത്ത് അങ്ങനെ ഒരു ടാറ്റു ഇല്ലാതിരുന്നതുകൊണ്ടാണ് അയാൾ ഒരു SS അംഗമാണ് എന്ന് പോലും അമേരിക്കൻ ഓഫീസർമാർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയത്. 1945 സെപ്റ്റംബർ അവസാനത്തോടെ ഇംഗോൾസ്റ്റാഡ് പട്ടണത്തിൽ ഒരു തീവണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിവിടപ്പെടുന്ന ഡോക്ടർ മെങ്കല അവിടെ നിന്ന് നേരെ ഡോണോവർത്ത് പട്ടണത്തിലേക്ക് വെച്ചുപിടിക്കുന്നു. അപ്പോഴേക്കും ജർമ്മനിയിലെ എല്ലാ പട്ടണങ്ങളിലും അമേരിക്കൻ ചെക്ക് പോസ്റ്റുകൾ വന്നു കഴിഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ ഡോക്ടർ മെങ്കല ഒരു കാലത്ത് തന്റെ സ്നേഹിതനായിരുന്ന ഫ്രിറ്റ്സ് ഉൾമാൻ എന്നൊരാളുടെ ഐഡന്റിറ്റി കാർഡിനെ ഫോർജ് ചെയ്ത് അതിലെ പേര് ഫ്രിറ്റ്സ് ഹോൾമാൻ എന്നാക്കി മാറ്റി അതും കൊണ്ടായി സഞ്ചാരം. പിന്നീടുള്ള മാസങ്ങളിൽ നിരന്തരം അമേരിക്കൻ സൈന്യത്തിന്റെ പരിശോധനകളെ വെട്ടിച്ചു നടക്കുന്ന അയാൾ തെക്കൻ ജർമ്മനിയിൽ ആൽപ്സ് പർവ്വതനിരയുടെ ചെരുവുകളിലൊന്നിലെ ഒരു ഫാമിൽ ഫ്രിറ്റ്സ് ഹോൾമാൻ എന്ന പേരിൽ തന്നെ ഒരു കർഷക തൊഴിലാളിയായിട്ട് മാറി. അവിടെ കഴിയുമ്പോഴും നിരന്തരം അമേരിക്കൻ സൈനികർ എപ്പോൾ വേണമെങ്കിലും തന്നെ പിടികൂടാം എന്ന ഭീതിയിലാണ് തൻ്റെ കുടുംബത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ അവർക്കൊപ്പം കഴിയാനോ സാധിക്കാതെയാണ് അയാൾ ജീവിച്ചു പോയത്. 1949 ഇങ്ങനെ ഓടി മടുത്തൊടുവിൽ യൂറോപ്പിൽ നിന്ന് തന്നെ സ്ഥലം വിടാൻ ഡോക്ടർ മെങ്കല ഉറപ്പിച്ചു. അന്ന് നാസി ഐഡിയോളജിയുടെ അനുഭവമുള്ളവർ ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്ന് തന്നെയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മുൻ നാസികൾക്ക് വേണ്ടി റാറ്റ് ലൈൻ എന്ന പേരിലൊരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 1949 ഏപ്രിൽ പകുതിയോടെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ മെങ്കല ഇറ്റലിയിലെ ജനോവ പട്ടണത്തിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് റെഡ് ക്രോസിന്റെ സഹായത്തോടെ ഹെൽമുട്ട് ഗ്രിഗർ എന്ന പേരിലൊരു വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അയാൾ അവിടെ നിന്ന് സൗത്ത് അമേരിക്കയിലേക്ക് കപ്പൽ കയറുന്നു. അമേരിക്കയുമായി അന്നുണ്ടായിരുന്ന ചൊരുക്കിന്റെ പേരിൽ അർജന്റീൻ ഗവൺമെന്റ് നാസികൾക്ക് അഭയം ഒരുക്കി കൊടുത്തിരുന്ന കാലമാണത്. നിരവധി നാസി വാർ ക്രിമിനലുകൾ യുദ്ധം അവസാനിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ തങ്ങളുടെ സമ്പത്തിന്റെ നല്ലൊരു അംശവും അർജന്റീനയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്ഥലവും സ്വത്തുമൊക്കെ വാങ്ങിക്കൂട്ടി അവർ തങ്ങൾക്കായിട്ടൊരു എക്കോ സിസ്റ്റം തന്നെ ഒരുക്കിയിരുന്നു. ഈ സംവിധാനത്തിലേക്കാണ് അഡോൾഫ് ഐക്മാനെ പോലെയും യോസഫ് മെങ്കലയെ പോലുള്ള നാസി യുദ്ധ കുറ്റവാളികൾ തങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നകാലം സ്വച്ഛന്തമായി കഴിച്ചുകൂട്ടാൻ വേണ്ടി എത്തിച്ചേരുന്നത്. 1949 ബ്യൂണസ് ഐരീസിലാണ് ആദ്യമായിട്ട് ഡോക്ടർ മെങ്കല ചെന്ന് കുടിയേറുന്നത്. തുടക്കകാലത്ത് അയാൾ ഫാം എക്യുപ്മെന്റുകൾ വിൽക്കുന്ന ഒരു സെയിൽസ്മാന്റെ ജോലിയിലാണ് ഏർപ്പെട്ടത്. അപ്പോഴേക്കും ജർമ്മനിയിൽ നിന്ന് കുടുംബം കൊടുത്തുവിട്ട പണം കൊണ്ട് അയാൾ അവിടെ ഒരു കാർപ്പൻട്രി ബിസിനസ്സിലെ ഓഹരികളും സ്വന്തമാക്കുന്നു. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസവും തുടങ്ങുന്നു. പരിശീലനം സിദ്ധിച്ച ഡോക്ടർ ആയിരുന്നതുകൊണ്ട് മെങ്കല അതിനിടെ അനധികൃതമായിട്ട് പ്രാക്ടീസും ആരംഭിച്ചിരുന്നു. ഈ കാലയളവിൽ അയാൾ നിരവധി ഗർഭഛിദ്രങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഡോക്ടർ മെങ്കലയുടെ വിവാഹ ജീവിതം താറുമാറായിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തന്റെ ഭർത്താവ് പ്രവർത്തിച്ച ക്രൂരതകളൊന്നുമല്ല ഐറിനെ മെങ്കലയിൽ നിന്ന് വേർപെടുത്തിയത്. ജർമ്മനി വിട്ട് അർജന്റീനയ്ക്ക് കുടിയേറി പാർക്കാനുള്ള അവരുടെ വിമുഖതയായിരുന്നു അതിന് കാരണം. 1954 ഒടുവിൽ അവരുടെ വിവാഹമോചനം നടക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം മാർത്ത എന്ന തന്റെ വിധവയായിട്ടുള്ള സഹോദര പത്നിയെ ഡോക്ടർ മെങ്കല വീണ്ടും വിവാഹം കഴിക്കുന്നു. അക്കാലത്ത് ഡോക്ടർ മെങ്കലയെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള കാര്യമായ ഒരു പ്രയത്നവും അമേരിക്കയുടെയോ റഷ്യയുടെയോ ഫ്രാൻസിന്റെയോ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. വരും വർഷങ്ങളിൽ അതിനിടയ്ക്ക് ഒരിക്കൽ അയാൾ യൂറോപ്പ് സന്ദർശിച്ച് മകനെ കണ്ടു മടങ്ങിയിട്ടും ആരും അറിഞ്ഞില്ല. മകനെ കണ്ടു മടങ്ങിയ ശേഷം അയാൾ അർജന്റീനയിൽ തുടർന്ന് ജീവിച്ചത് സ്വന്തം പേരിൽ തന്നെയാണ്. എന്നിട്ടും ആ യുദ്ധ കുറ്റവാളിയെ അന്ന് ആരും പിടികൂടാതിരുന്നതിന് ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അപ്പോൾ ആരും തന്നെ തേടുന്നുണ്ടായിരുന്നില്ല എന്നത്. 40കളിൽ എപ്പോഴോ ഡോക്ടർ മെങ്കല മരിച്ചുപോയി എന്നാണ് ജർമ്മനിയുടെ ശത്രുരാജ്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ ധരിച്ചു വച്ചിരുന്നത്. 1958 പ്രദേശത്തെ അനധികൃത അബോർഷൻ ക്ലിനിക്കുകളിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർമാർ ലോക്കൽ പോലീസിന്റെ സംശയനിഴലിൽ വന്നതോടെ ഡോക്ടർ മെങ്കല വീണ്ടും ഓട്ടം തുടങ്ങി. സൗത്ത് അമേരിക്കയിലെ പരാഗ്വേ, ബൊളീവിയ തുടങ്ങിയ പല രാജ്യങ്ങളിലായി പിന്നീട് അയാൾ മാറി താമസിച്ചുകൊണ്ടിരുന്നു. 1960 മെയ് പകുതിയോടെയാണ് അഡോൾഫ് ഐക്മാനെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റുമാർ ബ്യൂണസ് ഐരീസിലെ അയാളുടെ വസതിയിൽ നിന്ന് തപ്പിയെടുത്ത് രാഖ്യരാമനും അറസ്റ്റ് ചെയ്ത് ഇരുചവി അറിയാതെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിവരം അറിഞ്ഞതോടെ ഡോക്ടർ മെങ്കലയുടെ ആശങ്കകൾക്കും ചിറകു മുളച്ചു. അതിനിടെ 62 വിചാരണ പൂർത്തിയാക്കി ഇസ്രായേൽ ഐക്മാനെ തൂക്കിക്കൊല്ലുന്നു. സൈമൺ വൈസന്താലിനെ പോലെയുള്ള അറിയപ്പെടുന്ന നാസി യുദ്ധ കുറ്റവാളി വേട്ടക്കാർക്ക് പലർക്കും ഡോക്ടർ മെങ്കല സൗത്ത് അമേരിക്കയിൽ ജീവനോടെ ഉണ്ട് എന്ന വിവരം അപ്പോഴേക്കും കിട്ടിക്കഴിഞ്ഞിരുന്നു. എന്നിട്ടും അയാളെ പിടികൂടാൻ അവർക്ക് ആർക്കും തന്നെ സാധിക്കുന്നില്ല. ബ്രസീലിലെ സാവോപോളോ എന്ന നഗരത്തിലേക്ക് വോൾഫ്ഗാങ് ജെറാഡ് എന്നൊരു സ്നേഹിതന്റെ ഫാമിൽ അയാൾ അടുത്ത താമസ സ്ഥാനം തരപ്പെടുത്തുന്നു. മെങ്കല എന്ന നാസി കാബാലികനു വേണ്ടി മൊസാദ് ഏജന്റുമാർ വെകിളിയെടുത്ത് നടക്കുന്ന കാലമാണത്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ പിന്നീട് അങ്ങോട്ട് മെങ്കലയെ മരിക്കും വരെയും പിടികൂടാനാവുന്നില്ല. 76 ഇയാൾക്ക് ആദ്യമായിട്ടൊരു സ്ട്രോക്ക് വന്നിരുന്നു. തുടർന്ന് ആരോഗ്യനില ഏറെ മോശമായി ശയ്യാവലംബിയായി കഴിച്ചുകൂട്ടിയ ശേഷം 1979 ഫെബ്രുവരി 7 ഡോക്ടർ യോസഫ് മെങ്കലയുടെ മരണമുണ്ടാവുന്നു. നീന്തുന്നതിനിടയ്ക്ക് രണ്ടാമത്തെ സ്ട്രോക്ക് വന്ന് വെള്ളത്തിൽ മുങ്ങിയായിരുന്നു അയാളുടെ മരണം. അത് യുദ്ധകുറ്റകൃത്യങ്ങളുടെ പേരിലുള്ള വിചാരണയെ ഭയന്നുകൊണ്ടുള്ള മെങ്കലയുടെ പലായനങ്ങളുടെ 17ാം വർഷമായിരുന്നു. ഇത്രയധികം കാലം നിയമത്തെ വെട്ടിച്ച് കഴിച്ചുകൂട്ടിയ മറ്റൊരു നാസി യുദ്ധ കുറ്റവാളിയും ഈ ഭൂമുഖത്തില്ല. ഇത്രയൊക്കെ കൊടിയ ക്രൂരതകൾ ജൂതരും റൊമാനികളും റഷ്യക്കാരുമായിട്ടുള്ള ആയിരക്കണക്കിന് നിരപരാധികളോട് പ്രവർത്തിച്ചിട്ടും അതിന്റെ പേരിൽ ഒരിക്കലും ഡോക്ടർ മെങ്കല ശിക്ഷിക്കപ്പെട്ടില്ല.
30 വർഷത്തോളം അയാൾ നാസി ഹണ്ടർമാരുടെ മൂക്കിന് ചുവട്ടിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞു. സ്ട്രോക്ക് വന്ന് മരിച്ചു പോകും വരെയും സ്വാഭാവികമായിട്ടുള്ളൊരു കുടുംബജീവിതം ഇയാൾ നയിക്കുകയും ചെയ്തു. ചെയ്തുകൂട്ടിയ യുദ്ധകാല കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഒരിക്കൽ പോലും നിയമത്തിനു മുന്നിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും യോസഫ് മെങ്കലെ പ്രവർത്തിച്ച കൊടിയ കുറ്റകൃത്യങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് അതിനെ അതിജീവിച്ച ഇരകളുടെ സാക്ഷ്യങ്ങളിലൂടെയും അന്നത്തെ എക്സ്പെരിമെന്റ് റെക്കോർഡുകളുടെ രൂപത്തിലും ചരിത്രത്തിൽ അവശേഷിച്ചു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ സഹജീവികളോട് ഇങ്ങനെ സഹതാപലേശമില്ലാത്ത ക്രൂരതകൾ പ്രവർത്തിക്കാനാവുന്നത് എന്ന അതിശയം ഇയാളുടെ ജീവിതകഥ കാണുന്ന ആർക്കും തോന്നിയേക്കാം. അതേസമയം ഹിസ്റ്ററി ഓഫൻ പ്ലേസ് ക്രൂവൽ ഗെയിംസ് വിത്ത് മെമ്മറി എന്നും പറയാറുണ്ട്. അന്ന് പീഡനങ്ങളുടെയും വംശഹത്യയുടെയും പലായനത്തിന്റെയും ഒക്കെ കൈപ്പുനീർ കുടിച്ച വേട്ടയാടപ്പെട്ട അതേ ജൂതരുടെ ഇന്നത്തെ പിന്മുറക്കാർ തന്നെ ഇന്ന് പലസ്തീനിൽ വേട്ടക്കാരൻ്റെ റോൾ എടുത്തണിയുമ്പോൾ അത് എത്ര വലിയൊരു വിരോധാഭാസമാണ്. ഒരു കാലത്ത് ലോകം തങ്ങളോട് അനീതി കാണിച്ചു എന്ന് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞവർ തന്നെ ഇന്ന് അതിനേക്കാൾ എത്രയോ വലിയ അനീതികൾ തങ്ങളുടെ സഹജീവികളായിട്ടുള്ള മറ്റൊരു കൂട്ടരോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു ഐറണിക്ക് പോലും നമ്മുടെ ചരിത്രത്തിൽ ഹോളോകോസ്റ്റ് സൃഷ്ടിച്ച മുറിവുകളെ മായ്ക്കാനാവില്ല. ഇവയും മിറിയവും അതുപോലെ ലക്ഷക്കണക്കിന് നിരപരാധികളായിട്ടുള്ള ജൂതരും അനുഭവിച്ചു തീർത്ത യാതനകളെ റിവേഴ്സ് ചെയ്യാനുമാവില്ല. നമ്മളിപ്പോൾ ഡോക്ടർ യോസഫ് മെങ്കലെ പ്രവർത്തിച്ച കൊടും ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞു വെക്കുന്നത് ഓഷ്വിറ്റ്സിലെ ഇരകളോടുള്ള ഐക്യദാർഢ്യത്തിനു വേണ്ടി മാത്രമല്ല, മനുഷ്യകുലം എന്തുകൊണ്ടാണ് വെറുപ്പിൻ്റെയും അധിനിവേശത്തിൻ്റെയും ചോരചിന്തലിൻ്റെയും പാറ്റേണുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ഒന്ന് ഉറക്കെ ചോദിക്കാൻ വേണ്ടി കൂടിയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.